Hi students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ ഇൻ ടു അൺനോൺസ്. രണ്ട് അൺനോൺ ആയിട്ടുള്ള വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിൽ ഒരേ സമയം എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് അതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഇക്വേഷൻ കണ്ടെയ്നിങ് മൾട്ടിപ്പിൾ വേരിയബിൾസ്. ഒന്നിലധികം വേരിയബിൾസ് ഉള്ള ഇക്വേഷനെയാണ് ഈ സൈമൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ ഇക്വേഷൻ ഇൻ ടു അൺനോൺസ്, അതായത് എക്സും വൈയും ഉണ്ടായിരിക്കും ആ ഇക്വേഷനിൽ. അതിനൊരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. മെത്തേഡ് ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ ടു അൺനോൺസ്. അപ്പോൾ ഈ രണ്ട് അൺനോൺ, ഇവിടെ എക്സും ഇവിടെ വൈയും, ഇതാണ് അൺനോൺ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതിന് 3 മെത്തേഡാണ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്ന് എലിമിനേഷൻ മെത്തേഡ്, രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നോക്കാം. എന്താണ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് രണ്ട് ലീനിയർ ഇക്വേഷൻ ആയിരിക്കും ഇവിടെ തരിക. തന്നതിന് ശേഷം അതിനെ നമ്മൾ ചുരുക്കിയിട്ട് ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ വൺ അൺനോൺ ബൈ എലിമിനേറ്റിംഗ് വൺ ഓഫ് ദ അൺനോൺസ് ആൻഡ് ദെൻ സോൾവിങ് ഫോർ ദ അതർ അൺനോൺ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ രണ്ട് ഇക്വേഷൻ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്നിനെ കോമൺ ആക്കിക്കൊണ്ട് എലിമിനേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ അറിയാത്ത ഈ ഒരു നമ്പർ വെച്ച് കണ്ടുപിടിച്ചിട്ടായിരിക്കും നമ്മൾ ഇതും കൂടി സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ആ ഒരു മെത്തേഡിനെയാണ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റെപ്പ് ഇവിടെ പറയുന്നുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുന്നത്, തന്നിരിക്കുന്ന ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുക ബൈ എ നമ്പർ സോ ആസ് ടു മേക്ക് ദ കോഎഫിഷ്യന്റ് ഓഫ് ദ വേരിയബിൾ ടു ബി എലിമിനേറ്റഡ്. ഏത് വേരിയബിളിനെയാണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ കോഎഫിഷ്യന്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക രണ്ട് ഇക്വേഷനെ. അതാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ, add the equation if the terms having the same coefficient are of opposite signs and subtract if they are of the same sign. നമ്മൾ ആ ഇക്വേഷനെ എലിമിനേറ്റ് ചെയ്തതിന് ശേഷം നോക്കുക ഏതിനെയാണോ നമ്മൾ കളയേണ്ടത്, കോമൺ ആക്കി കൊണ്ടുവന്നത്, അതിൻ്റെ സിമ്പൽ എന്താ, സൈൻ എന്താ നോക്കുക. അതിൽ ഒരേ സൈനാണ് രണ്ടിലും വരുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം ഇക്വേഷന്. ഡിഫറെൻറ്റ് സൈനാണ് വരുന്നതെങ്കിൽ, ഓപ്പോസിറ്റ് സൈനാണ് വരുന്നതെങ്കിൽ അതിനെ ആഡ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്. മൂന്നാമത്തെ സ്റ്റെപ്പ് ആവുമ്പം ആ ഇക്വേഷനെ സോൾവ് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പിൽ നമുക്കൊരു വാല്യൂ കിട്ടിയിട്ടുണ്ടാവും. ആ വാല്യൂവിനെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ മറ്റൊരു വേരിയബിളും കൂടി ഉള്ളതിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിൽ പറയുന്നത്. അത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. സോൾവ് 2x പ്ലസ് 2y ഈക്വൽ ടു 4. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇക്വേഷൻ 4x പ്ലസ് y ഈക്വൽ ടു 5. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പം നമ്മൾ ഈ രണ്ടെണ്ണത്തിൽ എക്സും ഉണ്ട് വൈയും ഉണ്ട്. അപ്പം അതിലത്തെ ഏതെങ്കിലും ഒരു വേരിയബിൾ, നമുക്ക് ഏതാണോ സൗകര്യം അതിനനുസരിച്ച് ചെയ്യാം. എക്സിനെയോ വൈനെയോ കോമൺ ആക്കി എടുക്കണം, എന്നിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ആ ഇക്വേഷൻ ആദ്യം എടുത്ത് എഴുതുക. 2x പ്ലസ് 2y ഈക്വൽ ടു 4, ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. 4x പ്ലസ് y ഈക്വൽ ടു 5, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സിനെ എലിമിനേറ്റ് ചെയ്യാം. ഫോർ എലിമിനേറ്റിംഗ് എക്സ് മേക്ക് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഇൻ ബോത്ത് ഇക്വേഷൻ സെയിം. ഫോർ ദിസ് മൾട്ടിപ്ലൈ ദ ഫസ്റ്റ് ഇക്വേഷൻ ബൈ 2 വി ഗെറ്റ്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഈ എക്സിനെയാണ് ഒഴിവാക്കേണ്ടത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2x ഒരു 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് ഇവിടെയും 4x ആക്കാൻ പറ്റും. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എക്സിൻ്റെ കോഎഫിഷ്യൻ്റായ ഈ 4 ഇതാണ് ആക്കേണ്ടത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 2 ഉണ്ട്. അപ്പോൾ 2നെ വീണ്ടും 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാലാണ് 4x ആക്കിയിട്ട് മാറ്റുക. അപ്പം നമുക്ക് ഒരേപോലെ കിട്ടും, രണ്ടെണ്ണം ഒരേപോലെ ആവും. എന്നിട്ട് ഇതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്, ഈ ഇക്വേഷനെ എല്ലാറ്റിനെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 എന്തായി? 4x ആവും. 2 ഇൻറ്റു 2 എന്താ? 4y ആവും. 4 ഇൻറ്റു 2 എന്താ? 8 ആവും. അപ്പോൾ നമുക്ക് മൂന്നാമതൊരു ഇക്വേഷൻ അവിടെ കിട്ടി. 4x പ്ലസ് 4y ഈക്വൽ ടു 8 എന്ന് പറഞ്ഞിട്ട്. സബ്ട്രാക്ടിങ് ഇക്വേഷൻ 2 ഫ്രം ദിസ് വി ഗെറ്റ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഈ രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യുക. എന്തുകൊണ്ടാണ് മൈനസ് ചെയ്യുന്നത്? കാരണം ഇവിടെ സെയിം ചിഹ്നങ്ങളാണ് അല്ലേ? 4x, ഇവിടെയും 4x, ഇതിൻ്റെ ചിഹ്നവും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ചിഹ്നങ്ങൾ സെയിം ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുന്ന സമയത്ത് എന്താവും? അത് എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ആകെ എന്ത് മാത്രമാവും? ഈ 4y നിന്ന് ഈ ഒരു y-നെ ലെസ് ചെയ്യാം. അങ്ങനെ ലെസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് എത്രയാവും? അതായത് 3y
ഈക്വൽ ടു 8ൽ നിന്ന് 5നെ ലെസ് ചെയ്യുക. ഇവിടെ ഓരോന്നും ലെസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വരുന്ന സമയത്ത് ഈ 4xും കട്ടായി പോവും. ഇവിടെ 4y-ൽ നിന്ന് ഈ y കുറയ്ക്കുമ്പോൾ 3y ആയി മാറി. അതേപോലെ 8ൽ നിന്ന് 5നെ കുറയ്ക്കുമ്പോൾ 3 ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് കോമൺ ആയി കിട്ടിയത് എന്താ? 3y ഈക്വൽ ടു 3 എന്ന് കിട്ടി. സോ ഇവിടെ y മാത്രം അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 3നെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇവിടുത്തെ ഈ 3നെ ബൈ 3 എന്നായിട്ട് മാറും. അപ്പോൾ y-യുടെ വില എന്താവും? 3/3 പറയുമ്പോൾ 1 ആവും. അപ്പോൾ y എന്നുള്ളതിന് 1 എന്നുള്ള വിലയാണ് കിട്ടിയിരിക്കുന്നത്, ക്ലിയർ ആയി. ഇനി നമുക്ക് x-ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 എന്നുള്ളത് ഫസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? ഇതാണ്. അപ്പോൾ ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ 2x ഇൻറ്റു ഇതാണല്ലോ ഇക്വേഷൻ, 2x പ്ലസ് 2y ഈക്വൽ ടു 4. ഈ ഇക്വേഷനിൽ നമുക്കിപ്പോൾ y-യുടെ വില എന്ത് കിട്ടിയിട്ടുണ്ട്? 1 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻ ഇതേപോലെ എഴുതുക. 2x പ്ലസ് 2 ഇൻറ്റു 1 ഈക്വൽ ടു 4 എന്ന് കൊടുക്കുക. ഈ ഇക്വേഷൻ y-യുടെ അവിടെ 1 എന്ന് കൊടുത്തു. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് 2x ആണ്. 2xനെ ലെഫ്റ്റ് സൈഡിൽ നിർത്തുക. റൈറ്റ് സൈഡിലുള്ള ഈ 4 അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ ഇവിടുന്ന് മാറാൻ പറ്റുന്ന ഏതാ? 2 ഇൻറ്റു 1 2 തന്നെയാണ്. ആ 2നെ നമ്മൾ സമത്തിൻ്റെ റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പം എന്താക്കി മാറ്റണം? ഈ പ്ലസ് 2 എന്നുള്ളത് ഇവിടെ എത്തുമ്പം -2 ആയി. അപ്പോൾ 2x ഈക്വൽ ടു 2 എന്ന് വരും. 4 - 2 2. അപ്പോൾ x ഈക്വൽ ടു 1. 2/2 ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടി. എക്സിൻ്റെ വില 1, വൈയുടെ വിലയും 1 ആയിട്ട് കിട്ടി. ഇതാണ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് ഒരു പ്രോബ്ലം കൂടി നോക്കാം. 4x + 3y = 17, 5x - 2y = 4. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 എന്ന് എഴുതി. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ y-നെയാണ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. കോമൺ ആയിട്ട് y-നെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെയൊക്കെ ഈ മുമ്പിലുള്ള ഈ നമ്പേഴ്സ് തമ്മിൽ ഓപ്പോസിറ്റ് ആയിട്ട് ഇൻറ്റു ചെയ്യുക. അതായത് ഇവിടെ നമ്മൾ ഇൻറ്റു ചെയ്യേണ്ടത് ഏതുകൊണ്ടാണ്? 2 കൊണ്ടും ഇവിടെ നമ്മൾ ഇൻറ്റു ചെയ്യേണ്ടത് 3 കൊണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് ഓരോന്നിനെയും ഈ ഡിജിറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ഇൻറ്റു 2. ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം. രണ്ടാമത്തെ ഇക്വേഷന് 3 കൊണ്ടും ഗുണിക്കുക. അങ്ങനെ എല്ലാറ്റിനെയും ഗുണിക്കണം അതേപോലെ. അപ്പോൾ ഗുണിക്കുമ്പോൾ എന്ത് വരും? ഒന്നാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 × 4 8, 2 × 3 6, അതേപോലെ 2 × 17 34. എല്ലാറ്റിനെയും 2 കൊണ്ട് ഗുണിച്ചു. അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ ഏതുകൊണ്ട് ഗുണിച്ചു? 3 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എത്ര കിട്ടി? 15x 6y 12 എന്നൊക്കെ കിട്ടി. അപ്പം പുതിയ കിട്ടിയ 2 ഇക്വേഷൻ നമുക്ക് എന്ത് പേരിൽ കൊടുക്കാം? മൂന്നാമത്തെ ഇക്വേഷനും നാലാമത്തെ ഇക്വേഷനും. ഇനി ഇവിടെ നോക്കുക, മൂന്നാമത്തെയും നാലാമത്തെയും കൂടി കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് നോക്കുക. കാരണം ഇവിടെ ചിഹ്നങ്ങൾ എങ്ങനെയാണ്? കോമൺ ആയി വന്നത് ഏതാ നോക്കുക. ഇവിടെ 6y കോമൺ ആയിട്ടുണ്ട് അല്ലേ? എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ ചിഹ്നങ്ങൾ നോക്കുക. ഒന്ന് പ്ലസ്സും ആണ്, ഒന്ന് മൈനസും ആണ്. അപ്പോൾ ഇത് ക്യാൻസൽ ആയിട്ട് പോകണം. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? സെയിം സൈൻ ആണെങ്കിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? മൈനസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പ്രോബ്ലത്തിൽ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? അപ്പോൾ ഇവിടെ ഈ 2 എണ്ണത്തിൻ്റെയും ചിഹ്നം നോക്കുമ്പോൾ ഒന്ന് പ്ലസ് ഒന്ന് മൈനസ്, സെയിം സൈൻ അല്ല, സോറി. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യണം. ഡിഫറെൻറ്റ് സൈൻ ആണെച്ചാൽ ആഡ് ചെയ്യുക, ഒരേ സൈൻ ആണെച്ചാൽ മൈനസ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 8ഉം 15ഉം കൂടി കൂട്ടുമ്പോൾ 23x. ഇവിടെ +6ഉം -6ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ അത് ക്യാൻസലായി പോവും. 34ഉം 12ഉം കൂടി കൂട്ടുമ്പോൾ 46. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ 23x ആണ് ഈക്വൽ ടു 46 എന്ന് കിട്ടി. അപ്പോൾ എക്സ് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ 46നെ അങ്ങനെ തന്നെ വെച്ചിട്ട് 23 ഇവിടേക്ക് വരുമ്പോൾ അത് /23 ആവും. അപ്പോൾ എത്ര കിട്ടി? 2 എന്നുള്ള ആൻസർ കിട്ടി. എക്സിൻ്റെ വില നമുക്ക് 2 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി ആ 2 എന്നുള്ള വില നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിൽ അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ 5 ഇൻറ്റു എക്സിൻ്റെ വില 2 അല്ലേ? ഇൻറ്റു 2 മൈനസ് 2y = 4 എന്ന് കൊടുക്കുക. അതേപോലെ ഈ വില മാത്രം അവിടെ കൊടുക്കുക. 5 × 2 എന്തായി? 10. 10 - 2y = 4 എന്ന് വരും. കണ്ടുപിടിക്കണത് 2y അല്ലേ? അപ്പോൾ ആ 2yനെ അങ്ങോട്ട് അതേപോലെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. /2y = 4 അവിടെ തന്നെ ഇരുന്നോട്ടെ. 5 × 2 എന്താ? 10 ആണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് 10 ആണ് കിട്ടുക. അത് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. അതെ, 4 - 10 ആയിട്ട് മാറി. അപ്പോൾ ആ പോസിറ്റീവ് 10 എന്തായി? -10 ആയി മാറി. അപ്പോൾ 2y = എന്ത് വരും? 6 എന്ന് വരും. 4 - 10 6 എന്ന് വരും. അപ്പോൾ y മാത്രം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 6/2.
ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂവും കിട്ടി. ഇവിടെ എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു 2ഉം y ഈക്വൽ ടു 3യും കിട്ടി. ഇതാണ് ഈ ഒരു എലിമിനേഷൻ മെത്തേഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഒന്നുകൂടി ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രോബ്ലം കൂടി നോക്കാം. 8s പ്ലസ് 4k ഈക്വൽ ടു -16, 3s പ്ലസ് 6k ഈക്വൽ ടു 3. ഇതാണ് രണ്ട് ഇക്വേഷൻ.